ADGP അജിത് കുമാർ സ്വർണം കടത്തിയാൽ വകുപ്പിലെ കേസ് തന്നെയല്ല, പൂരം കലക്കിയാൽ കേസില്ല. മനസ്സിലായോ? അരീക്കോടത്തെ പോലീസ് SOG ക്യാമ്പിൽ നിന്ന് ഫോൺ ചോർത്തുന്നു. അവിടുത്തെ അത്യാധുനിക ഈ പറയുന്ന മാവോയിസ്റ്റ് ആക്രമണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള UAPA കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ടാക്കിയ സിസ്റ്റം ചോർത്തി ഈ പറയുന്ന ADGP അജിത് കുമാറും സുജിത് ദാസും അവർക്ക് ആവശ്യമായ കേരളത്തിലെ പ്രബലരായ മന്ത്രിമാരുടെ, പൊതുപ്രവർത്തകരുടെ, പത്രമാധ്യമ പ്രവർത്തകരുടെ, സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരുടെയും ഫോണുകൾ ചോർത്തുന്നുണ്ട് എന്ന വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് പരിശോധിക്കണം എന്ന് പറയുന്ന പരാതി കൊടുത്ത്, ആ പരാതി കൊടുത്ത കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. കേസെടുക്കട്ടെ എന്ന്. ഇന്ന് ചിലപ്പോൾ ഈ പരിപാടിയുടെ മുന്നിൽ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കാം. ഞാനതിന് റെഡിയായിട്ട് നിൽക്കണം. അന്വേഷണ റിപ്പോർട്ടിൽ കേസ്, മാവേലി കേസ്, ഇതിലൊക്കെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന് പറയുമ്പോൾ പോലും ADGP കണക്ട് ചെയ്തൊന്നും അതിലില്ല. ADGP C മന്ദപുത്രനല്ലേ? ആ C മന്ദപുത്രൻ എന്ത് ചെയ്യും? താങ്കളുടെ പാർട്ടിയുടെ ഷോർട്ട് ഫോം DMK എന്നാണ് വരിക. അപ്പൊ DMK അത്ര ശക്തമല്ലെങ്കിലും കേരളത്തിൽ ഒരു പാർട്ടി എന്ന നിലയ്ക്കുണ്ട്. അത് തമ്മിലൊരു കൺഫ്യൂഷൻ വരുമോ? അല്ല, കൺഫ്യൂഷൻ വരാണെന്നില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് C, പിന്നെ അതൊക്കെയല്ലേ അശ്വിനി? വല്ല കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാവും. ഒരാൾക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ല. ഇതിപ്പോൾ ആടെ തമിഴ്നാട്ടിലൊരു DMK ഉണ്ട്, ഇവിടെ ഒരു DMK ഉണ്ട്. ഒരിക്കലും കൺഫ്യൂഷൻ ഇല്ലല്ലോ. അങ്ങനെ ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സോഷ്യൽ മൂവ്മെന്റ്. താങ്കളുടെ പാർട്ടിയോടുള്ള നിലപാട് വൈകാതെ UDF വ്യക്തമാക്കുന്നതാണ്. KC വേണുഗോപാൽ എന്താണ് UDF ഒരു നിലപാട്? സമദൂരമാണോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. ഈ എന്താ പറയുക, കുട്ടി പറക്കുന്നേ ഉള്ളൂ. ഇതുവരെ ഗർഭിണിയാണ്. ഇന്നേ പ്രസവിക്കുന്നുള്ളൂ. ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി എന്താ പറയുക, ഒരു കാലുറക്കാനുള്ളൊരു ചെറിയ സമയമെങ്കിലും വേണ്ടേ? ജനം എന്ത് തീരുമാനിക്കുന്നു നോക്കാൻ നോക്കുന്നു. വി വിൽ സി. ഇത് ആരുടെയും കുത്തകയല്ല ജനം. അങ്ങനെ ചില ധാരണയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ അതാണല്ലോ, എന്നാ പ്രബലന്മാരുണ്ട്. എന്താണ് ഇതിന്റെ മീനിങ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രബലന്മാരാക്കിയതാരാ? ഇനി ആ ആംഗിളിൽ നമുക്ക് സംസാരിക്കാം. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളല്ലേ. അപ്പം പ്രബലരല്ലാതാക്കുന്നത് ആരാണ്? ഈ പറയുന്ന ജനതയാണ്. ആ ജനതയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവർ ഈ സമൂഹത്തിൽ എന്താ പറയുക, നേരിട്ട വിഷയങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്. ഒരു ജില്ലയെ തന്നെ പരിപൂർണമായിട്ടും അപരവൽക്കരിക്കുന്ന രീതിയിൽ പറയുക മാത്രമല്ല, അത് ലോകം മുഴുവൻ എത്തത്തക്ക രീതിയിൽ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തുക, എന്നിട്ട് പിന്നെ ഞാനത് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയാം. എന്താ ഇവർക്ക് പറ്റിയ PR ടീമിന് പറ്റിയ അമളിയാണെന്ന് പറയുക. എന്നാൽ അങ്ങനെ ഒരു അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പത്രം ഇറങ്ങി 15ാമത്തെ മണിക്കൂർ രാത്രി 8:30 മണിക്ക് ഞാനതിനെക്കുറിച്ച് കോഴിക്കോട് നിന്ന് ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. പിറ്റേ ദിവസം 30 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതൊരു വിശദീകരണം. അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ രാവിലെ എന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല? അപ്പൊ ഇതൊക്കെ പച്ചക്കള്ളല്ലേ, പച്ചക്കള്ളം. ഇതൊക്കെ ഇനിയും നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചെന്നൈയിലേക്ക് പോയി പല കൂടിക്കാഴ്ച നടത്തി. ആരൊക്കെ കണ്ടു? എന്താണ്? ചെന്നൈയിൽ രജനീകാന്തിനെ കണ്ടു. ചെന്നൈ പോയത് ഇപ്പം അങ്ങ് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടില്ല. എല്ലാ കാര്യം തുറന്നു പറയല്ല. നമ്മുടെ രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ പോയതാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതരത്വം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ്, അവരുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ല, അതാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. രാഷ്ട്രീയ സഖ്യത്തിന് വേണ്ടിയിട്ടാണോ പോയത്, അതോ ഇന്നത്തെ പരിപാടിയിലേക്ക് അത് ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്? അല്ല, നമ്മുടെ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച്, ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ സംവിധാനത്തെക്കുറിച്ച് പറയാനും അതുമായി നമ്മൾ ചില ആളുകളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, അതുമായി സഹകരിച്ചു പോകാൻ. ഈ ഒരു ആംഗിളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ചിന്താഗതിയില്ല. മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് സെക്യുലർ സിസ്റ്റത്തോടൊപ്പം
ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. അതിലൊപ്പം നിൽക്കാൻ കഴിയുന്നവരെ കൂടെ കൂട്ടുക എന്ന നയം തന്നെയാണ്. ഞാൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അവരെന്നെ പുറത്താക്കിയെന്ന് പറയുന്നതിന്റെ പേരിലാണ്. ഞാൻ നടത്തിയ പോരാട്ടം ഇവിടുത്തെ പോലീസ് ക്രിമിനലുകൾക്കും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെയായിരുന്നു ഞാൻ നടത്തിയ നീക്കം. ആ നീക്കം അവസാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുകയും എന്നെ കള്ളനാക്കുകയും ഞാൻ നൽകിയ പരാതികൾ അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് പറയുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും എന്ത് പ്രവർത്തനം നടത്തുന്നതെന്ന് ആശ്മി എന്തൊരു പ്രവർത്തനം പറഞ്ഞില്ല അവിടെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണെന്നും പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ എനിക്കതിലൊരു റോളുമില്ല. ഇപ്പോൾ എന്നെ പുറത്താക്കിയെന്ന് പറയുന്നു, പക്ഷേ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതായിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഇൻറ്റിമേഷനും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഈ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് നൽകുന്ന എല്ലാവരെയും ഈ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സഹകരിപ്പിക്കും. ഇപ്പൊ ഇന്നലെ DGP നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തു എന്നാ പറയുന്നത്. ഇപ്പൊ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ADGP അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യമില്ല. ഞാനതാണ് കഴിഞ്ഞ 10-20 ദിവസമായി ആവർത്തിച്ച് പറയുന്നത്. ഒരു കസേര, നമ്മൾ ഓണത്തിനൊക്കെ കസേരക്കളിയുണ്ട്, ആ കസേരക്കളിക്ക് വിധേയനാക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന അജിത് കുമാർ. അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്താക്കണം, സസ്പെൻഡ് ചെയ്യണം. സസ്പെൻഷന് വിധേയമാക്കിയിട്ട് വേണം അദ്ദേഹത്തിനെ കുറിച്ച് ഇനിയുള്ള ഫർദർ അന്വേഷണം നടത്താൻ. ഈ പറയുന്ന പൂരം കലക്കിയതിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്ന 3 അക്ഷരത്തിൽ അത് അവസാനിക്കേണ്ടതല്ല. എന്തിനാ വീഴ്ച വരുത്തി, അത് പർപ്പസ്ഫുള്ളി ആണ് നമുക്കറിയാം. അന്വേഷണ സംഘം അത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പം അതൊരു ഭാഗം നിൽക്കുകയാണ്. അതിൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ തെളിവ് ഞാൻ കൊടുത്തത് ADGP അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനയാണ്. അത് ഡോക്യുമെന്റഡ് ആണ്. ആ ഡോക്യുമെന്റ് ആ ടേബിളിൽ കിടക്കെ 35 ലക്ഷത്തിന് വാങ്ങിയ ഒരു ഫ്ലാറ്റ് 10 ദിവസം കൊണ്ട് 65 ലക്ഷത്തിന്, അതും പൂർണ്ണമായും കള്ളപ്പണം. വാങ്ങുന്നത് കള്ളപ്പണം കൊടുത്ത്, വിൽക്കുമ്പോൾ വാങ്ങുന്നതും കള്ളപ്പണം കൊടുത്ത്. അപ്പൊ 2 കള്ളപ്പണ ഇടപാടുകൾ. ഇങ്ങനെ ഒരു രജിസ്റ്റർ ഓഫീസിൽ എങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടക്കും? ആ രജിസ്ട്രാളെ ഭയപ്പെടുത്തിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 100 രൂപ ഒഫീഷ്യലായിട്ട് ആ ട്രാൻസാക്ഷനിലില്ല. ഇതിലപ്പുറമുള്ളൊരു തെളിവിനി എന്താ വേണ്ടത് സസ്പെൻഡ് ചെയ്യാൻ? അപ്പോൾ ഇതെല്ലാം നാടകമാണ്. അപ്പോൾ ആ വിഷയങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനതയുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് നിൽക്കുന്നു. ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ ഉന്നയിച്ച കാര്യങ്ങൾ മാത്രം മതി. പക്ഷെ എന്താണ്, ഇപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ, കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു നിലക്കും കൈവിടില്ല. ആർക്ക് കൊടുക്കുന്ന മെസ്സേജാണിത്? അപ്പൊ അതാണ് ഈ നെക്സസ്, ഞാൻ ഈ പറയുന്ന നെക്സസ്. പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP അജിത് കുമാറിന്റെ താഴേക്കുള്ള മലപ്പുറം SP മാരായിരുന്ന ശശിധരൻ, ഈ പറയുന്ന സുജിത് ദാസ് തുടങ്ങി ഒട്ടനവധി ആളുകൾ. അന്വേഷണം ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്ത പരാതിയിൽ എൻ്റെ അടുത്ത് നിന്ന് ഇതുവരെ മൊഴിയെടുത്തിട്ടില്ല. രണ്ടാമത് മിനിഞ്ഞാന്നാണ് വിജിലൻസ് വരുന്നത്. അപ്പോൾ ഇത്രയും കേരളത്തിലെ പബ്ലിക്കിനെ പച്ചയായി പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, വിഡ്ഢികളാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ ആ റിപ്പോർട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2024 ഏറ്റവും വലിയ തമാശയാണ്. അല്ല, രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പാർട്ടി, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോർമാലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കുറേ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫ്ലോയിൽ നടക്കും. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി, ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ
അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഒരു നയവിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കടക്കാം. സെക്രട്ടറി പറഞ്ഞത് അൻവർ നൽകിയ പരാതി പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അത് പുറത്തുവിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയായി. അത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളോടും ജനപൊതുസമൂഹത്തോടും പറഞ്ഞത് എല്ലാവരും പരിശോധിച്ചു. അതിൽ ഒരു കാര്യവും കഴമ്പുള്ളതില്ല. അതുകൊണ്ട് അത് ഗൗരവിക്കേണ്ട കാര്യമില്ല. അതിൽ ശശിക്കെതിരായ ആരോപണത്തിൽ ഒരു കാര്യവും പരിശോധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയതില്ല എന്നുള്ളതാണ്. അത്ര ലാഘവത്തോടെ തള്ളാവുന്ന ഒരു പരാതിയാണോ അത്? അല്ല, അത് കേരളത്തിലെ എന്താ പറയുക സഖാക്കൾ പരിശോധിക്കട്ടെ, പൊതുസമൂഹം പരിശോധിക്കട്ടെ. പാർട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു, പശ്ചിമ ബംഗാളിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് കെട്ടിവച്ച കാശ് CPM സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ നയത്തിനൊപ്പം പാർട്ടി കൂടി നിൽക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും. അത്ര മോശമായ അവസ്ഥയിലാണ്. ഇപ്പൊ കണ്ണുരുട്ടി ഒരുപാട് ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവർക്ക് പലർക്കും വരാൻ കഴിയില്ല. അവർക്ക് അവരുടെ റേഷൻ കാർഡ് വെട്ടും വരെ പലരും ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ്. ഒരു വീട്ടിലൊരു കക്കൂസെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടാതെ അത് പണിയാൻ കഴിയാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. ഇത്തരത്തിൽ പാവപ്പെട്ട സഖാക്കളെയും പൊതുസമൂഹത്തെയും കണ്ണുരുട്ടി അവരവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ പ്രതികരിക്കാനുള്ള ഒരു ദിവസം വരും. അത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് പാർട്ടി ഈ ഒരു കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് കാണാനോ ആയിരക്കണക്കിന് സഖാക്കൾ വരുന്നത്. ഇവരെന്താ പറയുന്നത്? അവിടെ വരുന്നവരൊക്കെ വർഗീയവാദികളാണ്. ഇപ്പം നിലമ്പൂരിൽ വന്ന 10,000-കണക്കിന് ആളുകൾ വർഗീയവാദികളാണ്. ഇന്ന് മഞ്ചേരിയിൽ വരാൻ പോകുന്ന 10,000-കണക്കിന് ആളുകൾ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വർഗീയവാദികളാണ്. അതിന് ഉത്തരവും പാർട്ടി പറയേണ്ടി വരും. അങ്ങനെ ഇവരൊക്കെ വർഗീയവാദികളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ വർഗീയവാദികളായി? ഇവരുടെയൊക്കെ മുൻ ചരിത്രം എന്താ പെട്ടെന്ന് ഇങ്ങനെ വർഗീയവാദികളാകാൻ കാരണം? അതിനും ഉത്തരം ഈ പറയുന്ന പാർട്ടി നേതൃത്വവും ഈ പറയുന്ന CM-ഉം പറയേണ്ടി വരും. അതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. DMKയുടെ നേതാക്കൾ ഇന്നത്തെ പൊതുസമ്മേളനത്തിന് എത്തുമോ? അതുമായിട്ട് ഈ ചർച്ചയിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? അത് ഇപ്പൊ പറയാനായിട്ടില്ല. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതിൽ MLA-മാർ MP-മാർ പാർട്ടിയുടെ ഭാരവാഹികൾ അങ്ങനെയുള്ളവർ അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. ഒരു MLA താങ്കളുടെ വന്നിട്ടുണ്ട്. അപ്പോ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവർ ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവല്ലോ. ഈ സാങ്കേതിക പ്രശ്നം എന്നുള്ളത്, അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാങ്കേതിക പ്രശ്നം ഒരുപക്ഷെ താങ്കളുടെ MLA കാലാവധിയോടുകൂടി തീരും. അതിനുശേഷം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറും. അങ്ങനെയാണോ? അല്ല, അതല്ല. നമ്മൾ ഉയർത്തിയ ഈ വിഷയങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ഈ കണ്ണൂരിലെ പ്രബലനായ ഒരു പാർട്ടി നേതാവ് താങ്കളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ DYFI പറഞ്ഞു ഒരു പാർട്ടി നേതാവ് പോയിട്ട് പാർട്ടി അംഗം പോലും താങ്കളുടെ കൂടെ ഇല്ലെന്നാണ്. DYFI അത് പറഞ്ഞുകൊണ്ട് DYFI ആരാ പറയുന്നത്? നേതാക്കന്മാരല്ലേ. ആ അഭിപ്രായം അണികൾക്കുണ്ടോ ചോദിക്കുന്നവള്. ഇപ്പോൾ DYFI ആയാലും CPM ആയാലും ഈ പറയുന്ന അഭിപ്രായം ആ നേതാക്കളുടേത് മാത്രമാണ്. അണികൾ ഈ അഭിപ്രായം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അന്വേഷിക്കട്ടെ എന്ന്. ഇന്നത്തെ പരിപാടിയിൽ അങ്ങനെ അപ്രതീക്ഷിതമായ പ്രബലരായ നേതാക്കളൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അതൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് നിൽക്കാം. നിങ്ങളെ തിരക്കുകൊണ്ടാണ് ഇപ്പൊ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ഇനിയെങ്കിലും എന്നെ തിരക്കാതിരിക്കുക. ഞാനൊന്നും മെല്ലെ ഈ ആളുകളായിട്ട് ഈ സാധാരണക്കാരായിട്ട് പോട്ടെ.
ഇന്നിപ്പോൾ അവിടെ രാവിലെ പന്തൽ വന്നപ്പോഴും ഉയർന്ന ചോദ്യത പ്രബലരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ആരാ പ്രബലന്മാർ? ഈ നാട്ടിലെ സാധാരണക്കാരാണ്, ഈ നാട്ടിലെ തൊഴിലാളികളാണ്, ഈ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളാണ്, വഴിയോര കച്ചവടക്കാരാണ്. അവരാണ് ഈ രാജ്യത്തിൻ്റെ പ്രബലർ. അവരിലാണ് ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത്. അങ്ങനെ പ്രബലരായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. അത്രയേ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അവരിലാണ് ഞാൻ പ്രബലത കാണുന്നത്. നല്ല തേച്ച് മിനുക്കിയ ഷർട്ടും മുണ്ടും എന്താ പറയുക സുന്ദരമായ മുഖവും നല്ല വാക്ചാരിതയും ഉണ്ടെങ്കിൽ അവർ പ്രബലരാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ട്. ആ തെറ്റിദ്ധരിച്ച സമൂഹത്തിനെ തെറ്റിത്തിരുത്തിക്കാൻ ജനമാണ് ഇതിൻ്റെ ശക്തി, ജനമാണ് പ്രബലര്. ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സോഷ്യൽ സംവിധാനം. അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ CPM ആയിട്ടാണ് പലപ്പോഴും മുഖ്യമന്ത്രി PCC അങ്ങനെ പ്രമുഖന്മാരുമായിട്ടാണ് താങ്കൾ വിശേഷിച്ചാൽ അവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക, അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മയിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോഴും അതിന് നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് സംഘടന നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും പൊതുയോഗത്തിൽ ആ സംഘടന പ്രഖ്യാപിച്ചാൽ പോലും അതിന്റെ വിഷയങ്ങൾ ഒക്കെ കേസിലേക്ക് കുറ്റമൊക്കെ പോകും. നിയമവിദഗ്ധമായി നിർദ്ദേശം തേടിയിട്ടുണ്ട്. അല്ല, അതൊക്കെ ഭയപ്പെട്ടിട്ട് അതൊക്കെ ബാധിക്കാൻ പോകുന്ന ഇപ്പോൾ ഈ 3 വർഷത്തെയാണല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ആകത്തുക ചുരുക്കം എന്താണ്? ഞാനിതൊക്കെ നിർത്തിയിട്ട് ആ സാധനം തൊക്കിൽ വെച്ചിട്ട് MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ? അങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾക്ക് നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് കുറച്ച് പിൻബലം വേണം. അതിൻ്റെ ഒരു പിൻബലം ഈ പറയുന്നത് ഇപ്പോൾ ഒരു നിയമസഭയിൽ ഞാനൊരു നിയമസാമാജികന എന്ന നിലയ്ക്ക് എനിക്ക് കുറേ നിയമ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയം എത്രത്തോളം നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം നോക്കും. ആ സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അപ്പം അത് ബ്രേക്ക് ചെയ്യും. അതല്ലാതെ കാലാകാലം ഇത് താങ്ങി പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യം 8-10 കേസ് എൻ്റെ പേരിലുണ്ട്. ഇനി എത്ര കേസുകൾ അതിൻ്റെ എൻ്റെ പണിപ്പുരയിലാണെന്നറിയില്ല. ഈ മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം ഇങ്ങനെയുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് എന്നുള്ള നോക്കുന്നത്. എന്താ പറയുക, അത് കളരിപ്പയറ്റും കുംഫും കരാട്ടെ എല്ലാം കൂടെ പഠിച്ചിട്ടില്ല ഒരു കളി കളിച്ച് നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ നിന്ന്. ഒരു തർക്കമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് മാറ്റിയത് എന്തിനടിസ്ഥാനത്തിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്, അതിൻ്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമോ നോക്കട്ടെ. ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഈ നിലപാട് സ്വീകരിക്കുക. അപ്പം പിന്നെ ഇത്രയൊക്കെ ഈ പറയുന്ന നിയമപരിരക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചാൽ പോലും നാളെ പൊളിറ്റിക്കലി എന്നെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയിലാണ്. ആ നിയമപരമായ പോരാട്ടം നമ്മൾ നടത്തും. സ്പീക്കർക്ക് അത് സ്പീക്കറാണ് എൻ്റെത്. അറിയിച്ചിട്ടില്ല. എന്തിനു മാറ്റിയെന്നും അറിയിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഈ ഇതുവരെ ഒരു വർഗീയ ചാപ്പയായിരുന്നു CPM ചാർത്തി തന്നത്. താങ്കളുടെ പിന്നിൽ വർഗീയ സംഘടനകളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ MK സ്റ്റാലിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പിണറായി വിജയനേക്കാൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധനായി കാണപ്പെടുന്ന ആളാണ്. ഇനി സ്റ്റാലിനുമായിട്ട് DMK ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് എന്ത് ചാപ്പയാണ് പ്രതീക്ഷിക്കുന്നത്? പലതും ആക്കാന്ന് അവർക്ക് എന്ന് പറയാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം വിട്ടുപോയാൽ ഓൻ സുഡാപ്പി, ഒരു ഹിന്ദു വിട്ടുപോയാൽ ഓൻ സംഘി, ഒരു ക്രിസ്ത്യാനി CPM വിട്ടാൽ ഓൻ ക്രിസംഗി. ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് കുത്തും. ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് കുത്തിക്കാളും. അത് കുറെ ആളവർ കുത്തി. അപ്പം അതുകൊണ്ട് തന്നെ അതിനാദ്യം എന്താ പറയുക നേരിട്ടത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന എന്താ പറയുക പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കാളിക്കുട്ടിയുടെ മുലപ്പാൽ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് എന്നെ കൊണ്ട് അവർ പറയിച്ചതാ. അപ്പം അതിലൊക്കെ ഇപ്പം അവർ പരാജയപ്പെട്ടു. ഇനി അവർക്കൊരു വഴിയില്ല. ഇനി ആകെ വഴി എന്താ? കേസിൽ കുടുക്കി ജയിലിലടക്കുക എന്നുള്ളത്. അവർ നോക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. ആരുമായിട്ട് ഞാനൊരു ചർച്ച നടത്തിയില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആദ്യം നിങ്ങൾ ചോദിക്കും ആരാ പിന്നിൽ, ആരുമായിട്ടാണ് ചർച്ച. ഞാനിപ്പോൾ ഈ പോകുന്നു അതിൽ പലരും നമ്മളെ വിളിച്ച് ഈ പറയുന്ന പോലെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോ, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന
വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുഖ്യമാസത്തിൽ CPM നിലനിൽക്കുന്ന വലിയ വിമർശനം ഉണ്ടായിരുന്നു. ഞാൻ ആ വാർത്തയിൽ കണ്ടു അത്. അല്ല, അതൊന്നും അവർക്ക് ബാധകമല്ലെങ്കിൽ എല്ലാ കാലത്തും അവരെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് AP വിഭാഗം, നമുക്കറിയാലോ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ഞാൻ ആ മാഗസിൻ ഞാൻ കണ്ടില്ല. MK സ്റ്റാലിനെയും പിണറായി വിജയനും തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം താരതമ്യത്തിലൂടെ CPM നിന്നുള്ള ഒരു വിഭാഗം അതിന്റെ ഫലമായി താങ്കളൊപ്പം വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. MK സ്റ്റാലിനെയും പിണറായി വിജയനും സംഘപരിവാർ എഴുതിയതിന്റെ പേരിൽ മറ്റു തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അടർത്തി താങ്കളൊപ്പം കൂട്ടാനാകുമെന്ന് പ്രതീക്ഷയാണോ? ഉണ്ടല്ലോ, ഇന്നലെ അടർത്തുന്ന ഓൾറെഡി ഉണ്ടല്ലോ. ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. അവരിതുവരെ നടത്തിയിരുന്ന പ്രചരണം ഞാൻ ലീഗാവും, ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാകും, ഞാൻ കോൺഗ്രസിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സഖാക്കളെ ഒരു പരിധിവരെ അവർ തടഞ്ഞു നിർത്തിയിരുന്നത്. ആ വിഷയം ഇന്നത്തോടു കൂടി അവസാനിക്കല്ലേ. ഈ സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. താങ്കൾ ഈ മുന്നിലൊക്കെ വരുമ്പോൾ പിണറായി സ്റ്റാലിൻ വഴി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റാലിനെ കണ്ടിട്ട് ഇറങ്ങിയല്ല ഇതിന്. അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് പോകും. അതിൽ ഒരു തർക്കമില്ല. ആരെവിടെ തടുത്താലും അടുത്ത വാതിൽ എനിക്ക് തുറക്കും, എനിക്കറിയാം. ഇല്ലെങ്കിൽ നമ്മളെ തുറപ്പിക്കും. ഇല്ലെങ്കിൽ ഈ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഈ ജനത്തിനെയും കൂട്ടിയിട്ട് ഞാൻ പോരാട്ടം തുടരും. അതിലൊന്നും PV അൻവറിന് ഒരു മടിയില്ല, ഒരു ബേജാറുമില്ല. കാരണം എനിക്ക് ഇതിലെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഷെയ്ക്കാവും. എനിക്കതൊരു കാലിച്ചായൻ്റെ ഉദ്ദേശം ഇതിലില്ലാത്തടത്തോളം കാലം. ഇപ്പം മഞ്ചേരി ഇന്നത്തെ പരിപാടി നടക്കുക. എനിക്ക് കടം ഇല്ലെങ്കിൽ തന്നെ കടത്തിൻ്റെ മുകളിൽ അടുത്ത കടം കയറുകയാണ്. ഒരു 10 സെന്റ് വിൽക്കാമെന്ന് വിചാരിച്ചാൽ യാതൊരു മാർഗമില്ല. എല്ലാത്തിലും കൊടുത്തിട്ട് മിച്ചഭൂമിയാണ് കേസിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 4 വഴിക്കും എന്നെ ലോക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഈ എന്താ പറയുക ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പം 7 കൊല്ലമായി നിങ്ങളൊക്കെ പാടെ പൂട്ടിച്ച പാർക്ക് സുപ്രീം കോടതി വരെ പോയിട്ട് അതിപ്പോൾ തുറക്കാനുള്ള ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് സർവേ നടത്തി ഇത് ഡിസാസ്റ്ററിലല്ല എന്ന് ഒഫീഷ്യലി അവർ അത് സർട്ടിഫൈ ചെയ്ത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ആ ഫയല് കൈമാറി. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ CMന്റെ അണ്ടറിലായതുകൊണ്ട് CMന്റെ ഇനീഷ്യൽ വേണം. ആ സാധനം അദ്ദേഹത്തിന് മേശപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് വന്നാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഗവൺമെന്റിൽ അത് ഒപ്പിടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് CPMന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്കറിയാലോ. കേരളത്തിന്റെ നിയമസഭയിൽ ഒരാൾക്കും ഉന്നയിക്കാൻ കഴിയാത്ത ഒരാളും ഉണ്ടല്ലോ. ഇപ്പൊ വലിയ പാർട്ടി സ്നേഹം പറയുന്ന 10-7 ഉണ്ടല്ലോ അവിടെ. ഈ പ്രതിപക്ഷത്തിനെതിരെ കാതലായ വിഷയങ്ങൾ വരുമ്പം മെല്ലെ മെല്ലെ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് 4 വർത്താനം പറയാനുള്ള സീരിയസ് ആയി പറഞ്ഞ ഒരു നേതാവിനെ അവിടെ കാണിച്ചു തരുമോ നിയമസഭയിൽ ഒരാളുണ്ടോ? കാരണം എന്താ? ഇതൊക്കെ സോപ്പിംഗ് ആണ്. ഇതിൽ കുറേ നെക്സസ് ഈ പറഞ്ഞതുപോലെ. അപ്പോഴും അവിടെ വ്യക്തസാക്ഷി ആരാ? PV അൻവർ. ഇപ്പൊ ഈ സാധാരണ ഈ സഖാക്കൾക്ക് വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് പാർട്ടി ഇതെന്ത് പാർട്ടിയത്? ഇതെന്ത് പാർട്ടിയാ? കണ്ണൂരിൽ ഞാൻ പറയട്ടെ, കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിനിടക്ക് RSS BJP സംഘടനത്തിൽ എല്ലാ കേസുകളും BJP പ്രവർത്തകര് പ്രതികളായിട്ട് എല്ലാ കേസും വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാലോ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള മുഴുവൻ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതെന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല. ആ കണ്ണൂരിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ നേരിൽ വന്ന് കണ്ടും എന്നെ എൻ്റെ ടീമിനെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെടുത്തുള്ള വിവരമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പൊ ഇതാ പറയുന്നത്. ഇതെല്ലാം സഖാക്കൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നു. ഇനി അവര് തീരുമാനിക്കട്ടെ എന്ന്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ ചർച്ച കൂടിക്കാഴ്ച നടത്തിയോ? അല്ല പൊന്ന സുഹൃത്ത്, അതിപ്പോ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. താങ്കളുടെ മകനും സജീവമാണ്. അല്ല, മകന് എന്താ വെച്ചാൽ ഞാൻ മിനിയാന്ന് എനിക്ക് പോകാനൊരു മാർഗം അറിയാലോ. ഇന്നലെ തന്നെ നിവൃത്തിയില്ലാതെ പോയതാ. അപ്പൊ നമ്മുടെ ഈ പ്രപ്പോസൽ കൊടുത്ത് ഇവിടെ വിശ്വസിച്ച ആളെ കൊടുത്തിട്ട് നമുക്ക് ആരുമില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് ചായ ഉണ്ടായി തരുന്ന ഭാര്യയാണ്, പിന്നെ ഞാനും മകൻ. ഇതാണ് പോരാട്ടം. അപ്പൊ അതിന് വിട്ടാ അവൻ അതിന്റെ പണി കഴിഞ്ഞാൽ അവൻ പോണേലേ പോകും. ഈ താങ്കൾ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ്, എത്രത്തോളം ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതൊക്കെ ഈ DMK നേതാക്കൾക്ക് ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലെ അവിടെ? ഇല്ല, അവരിപ്പോ ഈ പറയുന്ന കഴിഞ്ഞ 1.5 മാസമായിട്ടുള്ള ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും ക്രോണിക്കിളും ഒക്കെ ഇത് സ്ഥിരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വരുന്ന പോലെ റിപ്പോർട്ട് വരുന്നുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചിട്ടുണ്ട്.
ഇത് ഇപ്പം ഈ കരിപ്പൂരിലെ ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഞാൻ ഉന്നയിച്ച വിഷയത്തിന്റെ ബേസ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട്. ബോധ്യമില്ലാത്ത രണ്ട് ആൾക്കാർക്കാ. അതാരാ ആരാണ്? ഒന്ന് മുഖ്യമന്ത്രി, പിന്നെ ആരാ? അല്ല, ശശി പോട്ടെ, ശശി ഇതില് പ്രതിയല്ലേ. ഗോവിന്ദ മാഷ്. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി, കേരളത്തിലെ ജനങ്ങൾക്ക് കംപ്ലീറ്റ് മനസ്സിലായി. ഇതൊന്നും മനസ്സിലാത്ത രണ്ടാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.